വീടിന്റെ അകത്തളത്തിൽ സ്ത്രീയെ തളച്ചിട്ടിരുന്ന പോലെ അവളുടെ എഴുത്തിനെയും തളച്ചിട്ടിരുന്നു. ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നും പുറത്തു കടക്കാനായി അവൾ നടത്തുന്ന ശ്രമങ്ങളെ പെണ്ണെഴുത്തായി നിർവചിക്കാം. സാറാ ജോസഫിന്റെ പാപത്തറ എന്ന കഥാസമാഹാരത്തിന് സച്ചിദാനന്ദൻ എഴുതിയ ആമുഖ പഠനത്തിലൂടെയാണ് പെണ്ണെഴുത്തെന്ന പദം മലയാളികൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. മലയാളത്തിൽ സ്ത്രീപക്ഷ രചനകൾ വളരെ മുന്നേ തന്നെയുണ്ടായിരുന്നു. ലളിതാംബിക അന്തർജനത്തിലും കെ സരസ്വതി അമ്മയിലും ആരംഭിച്ച ആ പെണ്ണെഴുത്ത് ഇന്ന് മലയാളിക്ക് അപരിചിതമല്ല. രാജലക്ഷ്മിയും മാധവിക്കുട്ടിയും പെണ്ണിനായി തുറന്നിട്ട ലോകവും വളരെ വലുതായിരുന്നു. എഴുത്തിലും ജീവിതത്തിലും നേർവഴിയിലൂടെ കലാപമുയർത്തിയ കെ സരസ്വതിയമ്മ ഒരു കാലത്ത് വായനക്കാരുടെ സജീവ ചർച്ചകളിലെ കേന്ദ്ര കഥാപാത്രമായിരുന്നു. 20-ാം വയസ്സിൽ ആണും പെണ്ണും എന്താണെന്നും എന്താകണമെന്നും അവർ എഴുതി തുടങ്ങിയെങ്കിലും അവരെ കേരളത്തിലെ ഫെമിനിസ്റ്റ് ചിന്തയുടെ മുൻനിരക്കാരിയായി തിരിച്ചറിയുന്നത് സമീപകാലത്താണ്. കേശവദേവും തകഴിയും ബഷീറും പൊൻകുന്നം വർക്കിയുമൊക്കെ നിറഞ്ഞുനിന്ന കാലത്താണ് സരസ്വതിയമ്മ തന്റേതായ ഇടമുണ്ടാക്കിയത്. സാഹിത്യ സാംസ്കാരിക രംഗത്തേക്ക് സ്ത്രീകൾ അധികം കടന്നു വന്നിട്ടില്ലാത്ത കാലത്ത് ശക്തമായ കഥകളുമായി രംഗപ്രവേശനം നടത്തിയ എഴുത്തുകാരിയാണ് ലളിതാംബിക അന്തർജനം. തനിക്ക് ചുറ്റും കാണുന്ന കാര്യങ്ങൾ, സ്വാനുഭവങ്ങൾ ഇവയെല്ലാം കഥയ്ക്ക് ഇതിവൃത്തമാക്കി. നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തന്റെ എഴുത്തുകളിലൂടെ തുറന്നടിച്ചു. നമ്പൂതിരി ഇല്ലങ്ങളിലെ ഇരുളടഞ്ഞ അകത്തളങ്ങളെപ്പറ്റി പുറം ലോകത്തിന് കാണിച്ചു കൊടുത്തു. 1956-ൽ മകൾ എന്ന നീണ്ട കഥയിലൂടെയാണ് ഇവർക്കിടയിലേക്ക് ടി എ രാജലക്ഷ്മി എന്ന എഴുത്തുകാരിയുടെ കടന്നുവരവ്. ആദ്യ നോവലിലൂടെ തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടി. സ്വയം ജീവിക്കാൻ മറക്കുന്നവരും മറ്റുള്ളവർക്കായി ജീവിക്കുന്നവരും രാജലക്ഷ്മിയുടെ കഥാപ്രപഞ്ചത്തിന്റെ പൊതു സ്വഭാവമാണ്. എന്നാൽ 35-ാം വയസ്സിൽ ആ പെണ്ണിടം അവസാനിപ്പിച്ച് രാജലക്ഷ്മി ലോകത്തോട് വിട പറഞ്ഞു. രാജലക്ഷ്മി മരിച്ച് അരനൂറ്റാണ്ട് പിന്നിടുമ്പോൾ കാലം ഉത്തരം പറയേണ്ട ഒരു ചോദ്യമുണ്ട്. ഇപ്പോഴായിരുന്നു ജീവിച്ചിരുന്നതെങ്കിൽ രാജലക്ഷ്മിക്ക് ജീവൻ ത്യജിക്കേണ്ടി വരുമായിരുന്നോ എന്ന്. ഇവർക്കൊപ്പം പെണ്ണെഴുത്തിൽ ചേർത്ത് വയ്ക്കുന്ന മറ്റൊരു വ്യക്തിത്വമാണ് മാധവിക്കുട്ടി. കേരളീയ സമൂഹത്തിന് ആരായിരുന്നു മാധവിക്കുട്ടി എന്ന ചോദ്യത്തിന് ഒറ്റവാക്കിൽ ഉത്തരം പറയുക സാധ്യമല്ല. ഒരു തലമുറയുടെ മാത്രമല്ല, പല തലമുറകളുടെ വായനാ സംസ്കാരത്തെ നിർണയിച്ച എഴുത്തുകാരിയായിരുന്നു മാധവിക്കുട്ടി. ലളിതാംബിക അന്തർജനം, സരസ്വതിയമ്മ, രാജലക്ഷ്മി എന്നീ എഴുത്തുകാരികൾ തുറന്നിട്ട ധീരമായ നിലപാടുകളെ ഉൾക്കൊണ്ടുള്ള എഴുത്തുരീതി തന്നെയാണ് മാധവിക്കുട്ടിയും പിന്തുടർന്നത്. കുടുംബത്തിനുള്ളിലും പുറത്തും ഒരു സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വരുന്ന പലതരത്തിലുള്ള അസമത്വങ്ങളെ, അവഗണനകളെ യാഥാർത്ഥ്യത്തോടെ രചനകളിലേക്ക് സന്നിവേശിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. ലളിതാംബിക അന്തർജനത്തെയും സരസ്വതിയമ്മയെയും രാജലക്ഷ്മിയെയും മാധവിക്കുട്ടിയെയും വായിക്കാതെ ഒരു തലമുറയും കടന്നു പോകുന്നില്ല എന്നതാണ് ഇവരുടെ പ്രസക്തിയെ കാലാതീതമായി നിലനിർത്തുന്നത്. പെണ്ണെഴുത്തിന്റെ നിര ഇവിടെ തീരുന്നതല്ല, അത് പിന്നാലെ തുടർന്നുകൊണ്ടേയിരുന്നു. ഗ്രേസിയിലൂടെയും അശ്വതയിലൂടെയും അത് വളർന്നു. ഇന്ന് മലയാള സാഹിത്യത്തിന്റെ ശക്തമായ ശാഖയായി പെണ്ണിടം മാറി. പി വത്സല, ബി എം സുഹ്റ, കെ ആർ മല്ലിക, ഗീതാ ഹിരണ്യൻ, പ്രിയ എസ്, സിത്താര എസ്, കെ പി സുധീര, കെ ആർ മീര എന്നിവരൊക്കെ പെണ്ണെഴുത്തിന്റെ പിന്മുറക്കാരായി മാറുന്ന കാഴ്ചയാണ് മലയാള സാഹിത്യലോകം പിന്നെ കണ്ടത്. സ്ത്രീകൾ പുരുഷന്റെ പൊയ്മുഖങ്ങൾ തിരിച്ചറിയുന്നതോടൊപ്പം സ്വയം തിരിച്ചറിയപ്പെടേണ്ടതുണ്ടെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയായിരുന്നു മലയാളത്തിലെ എഴുത്തുകാരികൾ. ആവണി ചന്ദ്ര, കൾച്ചറൽ ഡെസ്ക്, കൈരളി ന്യൂസ്.